പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുലിനെ പോലീസ് പിടികൂടിയതിനെ തുടർന്ന് രാഹുലാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, രാഹുലിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശവുമായി മുന്നിലേക്ക് കടന്നുവരുന്ന അഭിഷേക് ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. നിന്റെ കള്ളത്തരമെല്ലാം ഇവിടെ അവസാനിച്ചൂടാ, ഇനി നിനക്ക് രക്ഷയില്ല. കൃത്യമായ തെളിവുകളാണ് നിനക്ക് നേരെ വരാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്കിനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് നല്ലത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഭിഷേക് ഇനി കാര്യങ്ങൾ ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീ ഇതെല്ലാം ഇഷയെ സ്വന്തമാക്കാനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് രാഹുൽ. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചതിനെ തുടർന്ന് അതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അഭിഷേക്. ഇഷയുടെ ജീവിതം തകർക്കാൻ നീ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഈ കേസിൽ കൊടുക്കുന്നതിനായി ശ്രമിക്കുന്നത്. നീ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് അഭിഷേകിനോട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, ഈ കേസിൽ നിന്ന് ഞാൻ പുഷ്പം പോലെ ഊരി പുറത്തു വരിക തന്നെ ചെയ്യും. ഇതുപോലുള്ള ഒരുപാട് കേസ് കണ്ടിട്ടുള്ളവനാണ് ഈ രാഹുൽ. ഈ പീറ കേസ് കൊണ്ടൊന്നും രാഹുലിനെ തളയ്ക്കാമെന്ന് നീ കരുതണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനുള്ള മറുപടി വഴിയെ ലഭിക്കും എന്ന് ഓർമ്മിപ്പിച്ച് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. എന്നാൽ ഇതിനിടയിലാണ് സോന പുതിയ നീക്കവുമായി തിരികെ എത്തുന്നത്. എന്തായാലും ഇനി സ്വത്തുക്കളെല്ലാം നേടിയെടുത്തിട്ട് തന്നെ കാര്യം ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന നീന, അവൻ ഒരു പെണ്ണിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കാത്തവനാണ്. പണം അതുമാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ അവൻ പോകും എന്ന് എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവനെ തറ പറ്റിക്കണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യം കേൾക്കുന്ന സോന, ഞാൻ അതിനു മുൻപ് തന്നെ അവനെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും നല്ലൊരു വഴിയാണ് അതിനുവേണ്ടി ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അവനോടുള്ള ദേഷ്യം എൻ്റെ മനസ്സിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അവനെ വെറുതെ വിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്വത്തുക്കൾ നമ്മൾ സ്വന്തമാക്കണം. എന്നാൽ മാത്രമാണ് അവന് ആ വേദന തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് അവർ. പക്ഷേ ഇതിനിടയിൽ ഇഷ അഭിഷേകിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അഭിഷേകിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരുന്ന ഇഷ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് കളയാൻ പറ്റില്ല. രാഹുൽ ചെയ്തതിനെല്ലാം ഇപ്പോൾ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. രാഹുലിൻ്റെ ചതികൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുമുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ എന്ന ചതിയനെ പൂട്ടുന്നതിനായി ഞാൻ സഹായിക്കാം എന്ന് ഉറപ്പു നൽകുന്ന ഇഷ, തൻ്റെ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്കിതുവരെ സാധിക്കാത്തതാണ് തൻ്റെ വിഷമമെന്ന്
വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അയാൾ എന്തായാലും ഒരു ദിവസം ആ ചതിയന്റെ ചതി മനസ്സിലാക്കും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അഭിഷേക്. ഇതോടെ ഇഷയ്ക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.